പൈത്തൺ പ്രോഗ്രാമിൽ നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. ഇതിന്റെ പ്രോഗ്രാം ഇതാണ്. ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടാണ് ഇത്. ഔട്ട്പുട്ട് 1 എന്നത് ഔട്ട്പുട്ട് 2 ആയിട്ട് ഈ പ്രോഗ്രാമിനെ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ ഈ പ്രോഗ്രാമിന് മാറ്റം വരുത്തി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്ന് എഴുതിയിരിക്കുന്നത് ടർട്ടിൽ ഗ്രാഫിക്സ് കമ്പ്യൂട്ടറിൽ പ്രവർത്തനക്ഷമമാകുന്നതിനുള്ള പൈത്തൺ നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് ഫ്രം ടർട്ടിൽ എന്നത് തുടക്കത്തിൽ തന്നെ എഴുതുന്നത്. കളർ യെല്ലോ എന്നത് പൈത്തൺ ഗ്രാഫിക്സ് ജാലകത്തിൽ നിർമ്മിക്കപ്പെടുന്ന രൂപങ്ങളുടെ നിറം നിർണ്ണയിക്കാനാണ്. ഡോട്ട് 250 പർപ്പിൾ കളറിലെ ഒരു ബിന്ദു രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഡോട്ട് എന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത്. പെൻ സൈസ് എന്നാൽ ഗ്രാഫിക് സ്ക്രീനിൽ തെളിയുന്ന വരകളുടെ വീതി നിർണ്ണയിക്കാനാണ്. അടുത്തത് for i in range 8 ത്രികോണം 8 തവണ പ്രിന്റ് ചെയ്യാനും ഓരോ തവണ പ്രിന്റ് ചെയ്യുമ്പോഴും 45 ഡിഗ്രി വലത്തോട്ട് തിരിയുവാനുള്ള കോഡാണ് ഇത്. for i in range 3 forward 100 right 120.100 പർപ്പിൾ എന്നത് കൊട്ടേഷനിലാണ്. ശ്രദ്ധിക്കുക, ഇത് for i in range 3 forward 100 right 120 എന്നത് ത്രികോണം വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള പൈത്തൺ നിർദ്ദേശമാണ്. അതുപോലെ ഡോട്ട് ഗ്രാഫിക് സ്ക്രീനിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്താണെന്ന് ഓർക്കുക. ഇവിടെ മാറ്റം വരുത്തേണ്ടത്, ഈ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ചാൽ ഈ ഒരു ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. ഇവിടെ പർപ്പിളിന്റെ സ്ഥാനത്ത് രണ്ടാമത്തെ ഔട്ട്പുട്ട് ഏതാണ്? ബ്ലാക്ക്. ഇവിടെ മാറ്റം വരുത്തേണ്ടത് പർപ്പിൾ എന്നത് മാറ്റി ബ്ലാക്ക് എന്നത് എഴുതി കൊടുത്താൽ മതി. ഇവിടെ പർപ്പിൾ എന്നത് മാറ്റുക, ബ്ലാക്ക് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ പർപ്പിൾ എന്ന് എഴുതിയത് മാറ്റി ബ്ലാക്ക് എന്നത് നൽകുക, ബ്ലാക്ക് എഴുതി കൊടുക്കുക. നമുക്ക് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നത് നോക്കാം. ഇത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാ? ഇത് ടൈപ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഐഡിൽ. അപ്പോൾ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, പ്രോഗ്രാമിങ്ങിലെ ഐഡിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ചെറിയ പൈത്തൺ ഷെൽ ജാലകത്തിൽ ചെറിയ പ്രോഗ്രാമുകൾ മാത്രമേ ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫയലിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയലിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയൂ. ന്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫയൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫയലുണ്ട്. ഇതേപോലെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ റൺ ക്ലിക്ക് ചെയ്ത് റൺ മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിലെ F5 പ്രസ് ചെയ്യുക, റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഔട്ട്പുട്ട് ലഭിക്കും. 8 ത്രികോണങ്ങൾ വരച്ചിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിനെ മാറ്റി എഴുതുകയാണ് വേണ്ടത്. ഈ ഒരു ഒന്നാമത്തെ ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചു. ഈ രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ ഈ പ്രോഗ്രാമിനെ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബ്ലാക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് പർപ്പിളിന്റെ സ്ഥാനത്ത് ബ്ലാക്ക് നൽകുക. ബ്ലാക്ക് നൽകുക. ഇവിടെയും അതുപോലെ പർപ്പിളിന്റെ സ്ഥാനത്ത് ബ്ലാക്ക്. ബ്ലാക്ക് നൽകിയതിന് ശേഷം ഫയലിൽ സേവിൽ ക്ലിക്ക് ചെയ്യുക.
സേവ് ചെയ്യേണ്ടത് എക്സാം 10-ലായിരിക്കണം. എക്സാം 10-ലെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായിട്ടാണ് സേവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി റൺ മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിച്ചു. ഇത്രയുമാണ് ഈ പ്രവർത്തനത്തിലുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുകയും വേണ്ടോ. ഈ പ്രോഗ്രാം ഇതേപോലെ ടൈപ്പ് ചെയ്യുക. ഇവിടെ .100 ഇതിന് ഫോർ ഇൻ റേഞ്ചിൻ്റെ ഇതിൻ്റെ താഴെ തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അതേപോലെ ആവുകയുള്ളൂ. പ്രോഗ്രാം എങ്ങനെയുള്ളത് അതേപോലെ ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ നോക്കണം. അതുപോലെ തന്നെ കൊട്ടേഷൻ ആയാലും കോളൻ ചിഹ്നമായാലും സെമി കോളനായാലും എല്ലാം അതേ രീതിയിൽ പ്രോഗ്രാമിൽ ഒരു തെറ്റ് കൂടാതെ എഴുതിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിച്ചാൽ എററൊന്നും കൂടാതെ ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കാൻ കഴിയും. അത് ശ്രദ്ധിക്കുക.